സന്ധ്യയ്ക്ക് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? പങ്ക്ലീംച്ച് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ടൊന്ന് ഇറങ്ങിയെന്ന്. അപ്പോൾ ഇഞ്ചാക്കുനെയും ഫാമിലിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇഞ്ചാക്കുനെയും ഫാമിലിയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് പങ്ക്ലീച്ച ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് ഞങ്ങൾ പങ്ക്ലീച്ചായ പറ്റിച്ചിട്ട് പെട്ടെന്ന് അവിടെ എത്തി. ഞങ്ങൾ അടുത്തെത്തിയിട്ടാണ് പറഞ്ഞത് ലേറ്റ് ആവുമെന്ന്. അങ്ങനെ പങ്ക്ലീച്ചായ പറ്റിച്ചു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലെത്തി. കള്ളം പറഞ്ഞിട്ട് പെട്ടെന്ന് ചെന്നതിൻ്റെ സന്തോഷമാണ് പങ്ക്ലീച്ചയുടെ മുഖത്ത് കാണുന്നത്. ഇതാരാന്നറിയാമോ? നമ്മുടെ മെയിൻ ദാദായ. നമ്മുടെ മുറ്റത്ത് തന്നെ പിന്നെ റംബൂട്ടാൻ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ റംബൂട്ടാൻ്റെ അടുത്തോട്ടങ്ങ് ഓടി. കുറച്ചൊക്കെ പഴുത്തതുണ്ടായിരുന്നു. ഞങ്ങൾ പഴുത്തതെല്ലാം നോക്കി പിച്ചി എടുക്കുക. അതിനകത്ത് നല്ലതായിട്ട് വയസ്സറുണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കയറി എന്നിട്ട് അങ്ങ് പിച്ചുവാണ്. നോക്കി സെലിക്കൊച്ചായ ഫർഹാനെ എടുത്ത് പൊക്കിയിട്ടൊക്കെയാണ് റംബൂട്ടാൻ പിച്ചുന്നത്. ദോഷം പറയരുത്, നല്ല സൂപ്പർ റംബൂട്ടാനാണ്. ആ കുരുവിൽ നിന്ന് വിട്ടു വന്നോളും. ഞങ്ങളവിടെ നിന്ന് മാറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഉമ്മി നേരെ അകത്തേക്ക് പോയി. എന്താ പങ്ക്ലീച്ച വിളിച്ചെന്ന് അറിയണ്ടേ? നമ്മുടെ സാബുക്ക് വിളിച്ചോണ്ട് പോകും ഉമ്മി എന്തുവാണെന്ന് കാണിക്കാൻ. ഇതെന്താന്ന് നോക്കിയേ, ചീനി പുഴുങ്ങിയതും മത്തിയുടെ തലയും പിന്നെ ചമ്മന്തിയൊക്കെയാണ് കേസ്. അവിടെ പരന്നിൽ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അന്നെങ്കിൽ ഞാൻ മീനിൻ്റെ ഒരു സാധനം പോലും തൊടത്തില്ല കേസ്, എനിക്കിഷ്ടമല്ല. ഞാൻ ചമ്മന്തി ഒരു ചീനിയും തിന്നോളൂ. ഫൈസാനലി നല്ല ഉണക്കമീൻ വറുത്തതാണ് കഴിക്കുന്നത്. അവൻ ഭയങ്കര ടേസ്റ്റോടെയാണ് കഴിക്കുന്നത് കേസ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവരും മൂന്നും കൂടി ഇരുന്നങ്ങ് അടിക്കാൻ തുടങ്ങി. എന്തോ അടിക്കുന്നതെന്നല്ലേ, പഴങ്ങൾ മൊത്തം അങ്ങ് തീർത്തു കേസ്. അപ്പോൾ പങ്ക്ലീമിച്ച ഓടി വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നു പറഞ്ഞ് വഴക്ക് പറഞ്ഞു. പങ്ക്ലീമിച്ച കഴിക്കാനിരുന്നില്ല കേസ്, ഞങ്ങളെ കഴിപ്പിക്കുവാണ്. പങ്ക്ലീമിച്ചയ്ക്ക് ഞങ്ങളെ കഴിപ്പിച്ചോളാൻ വയ്യ. ഉമ്മി പറഞ്ഞ ആ മത്തിത്തലയ്ക്ക് ഭയങ്കര എരിവാകുന്നു. ഉമ്മയിരുന്ന് അടിക്കുന്നത് കണ്ടോ ഗൈസ്. ഞാനിത് വോയിസ് ഇടുമ്പോൾ ഉമ്മി അവിടെ ഇത് വെള്ളം ഇറക്കുവാണ് ഗൈസ്. എന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചീനിയും ചമ്മന്തിയും കുട്ടിയാണെന്ന്. ഞാനും സാബുക്കും ഒരു ടൈപ്പാണ്. ഞങ്ങൾ മീൻ അങ്ങനെ കൂട്ടത്തില്ല, ഞാൻ കൂട്ടത്തില്ല, സാബുക്ക് പിന്നെയും കൂട്ടും. എന്തായാലും വാപ്പിയും സെലിക്കൊച്ചായും നല്ലൂട്ട് ആസ്വദിച്ച് കഴിച്ചു. വാപ്പിക്ക് ഇടിയൊക്കെ നല്ലൂട്ട് പാടാ ഗൈസ്. നല്ലതായിട്ട് ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയേ നമ്മുടെ ദാദ എവിടാ കയറി ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന, എന്നിട്ട് കള്ളച്ചിരിയും എല്ലാമാണ് ഗൈസ്. മാഷല്ലാ രസമാണ് ഗൈസ്. അവൻ നമ്മൾ തിന്നലെല്ലാം കൂടെ നമ്മുടെ മാമി പറക്കിക്കൊണ്ട് പോവുകയാണ്. പിന്നെ സഹീദും ഐസും കൂടെ കളിക്കാൻ തുടങ്ങി. കിട്ടിയ സമയം അവരങ്ങ് മുതലെടുത്തു ഗൈസ്. ബാക്കി ചീനി ബാക്കി വന്നായിരുന്നു ഗൈസ്. അപ്പോൾ പങ്ക്ലീച്ചാണെങ്കിൽ ഞങ്ങൾക്കും പിന്നെ ജാക്കുനായ്ക്കും കൂടെ കൊടുത്തു വിട്ടു. അപ്പോൾ ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. രാത്രി ഒത്തിരി ഇരുട്ടി ഞങ്ങൾ ഇറങ്ങിയപ്പം അപ്പുറത്തുനിന്ന് സാലിം ഓടി വന്നെയാണ് ടാറ്റ പറയാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. നമ്മുടെ മണിമാടുമ്മ നമ്മളെ കാത്തിരിക്കുകയാണ് ഗൈസ്. പാവം മണിമാടുമ്മ ഞങ്ങളുടെ വീട്ടിൻ്റെ നല്ല രസമാണ് ഗൈസ്.